it's Milich's Kochikara Chaiti. So welcome back to my YouTube channel. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫിയറ്റ് പുണ്ടോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം ആലോചിച്ചായിരുന്നു, ഇനിയെങ്കിലും എനിക്ക് മര്യാദക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ചെങ്കിലും വീഡിയോസ് ഇടണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു കാര്യം ആലോചിച്ചത് വേറൊന്നുമല്ല, നമ്മൾക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ ഒത്തിരി വണ്ടികൾ നമുക്ക് മിക്കപ്പോഴും നമുക്ക് പൊളിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഈ കാണുന്ന ഫോർഡിൻ്റെ മോണ്ടിയോ എന്നിട്ടുള്ള വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊക്കെ ജസ്റ്റ് ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വണ്ടിയുടെയൊക്കെ ഞാൻ നേരിട്ടാണ് കാണുന്നത്. അത് ഇവിടെ പൊളിക്കാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പണ്ടെപ്പോഴും ഇതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഫോർഡിൻ്റെ വണ്ടിയൊക്കെ റെഫർ ചെയ്ത സമയത്ത് കണ്ടൊരു വണ്ടിയാണ് ഈ മോണ്ടിയോ. അപ്പോൾ അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വീണ്ടും ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ അവിടുത്തെ എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടെ ഇവിടെ നമ്മളിപ്പോൾ പൊളിക്കാനായിട്ട് വരുന്ന വണ്ടികൾ ചിലപ്പോൾ ചില വണ്ടികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചില വണ്ടികൾ ജസ്റ്റ് ഫോട്ടോ കണ്ടവരുണ്ടാവും. എന്നാൽ പോലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആ വണ്ടീനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഫിയറ്റ് പുണ്ടോ നമുക്ക് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ചിലർ പറയും ഭയങ്കര റീസെയിൽ വാല്യൂ കുറവാണ്, പിന്നെ അതുപോലെ തന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ കൊണ്ടിട്ടാണ് പല ആൾക്കാരും പുണ്ടോ എന്ന് പറയുന്ന വണ്ടീനെ അങ്ങനെ പൊതുവെ അങ്ങനെ അത്ര അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുണ്ടോ എന്ന് പറയുന്ന വണ്ടി അത് ഓടിച്ചവർക്കും യൂസ് ചെയ്തവർക്കും മാത്രമേ അതിൻ്റെ ആ ഒരു കംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വണ്ടി എന്താണെന്നുള്ളത് ശരിക്കും അറിയാൻ സാധിക്കത്തുള്ളൂ. അതിപ്പോൾ പുണ്ടോ എന്ന് മാത്രമല്ല, ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുണ്ടോനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് മൾട്ടിജെറ്റാണ് കേട്ടോ. നമുക്ക് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്നത് മൾട്ടിജെറ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ ഇടയ്ക്ക് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ബമ്പറൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദൈവമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ബമ്പർ പോയി കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ മുന്നിൽ പോയാൽ ഭയങ്കര ശോകമാണല്ലോ. പക്ഷെ അവർ നാളത്തേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ പുണ്ടോ എന്ന് പറയുന്ന വണ്ടീനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി 1993 നമ്മുടെ യുനോക്ക് പകരമായിട്ട് നമ്മുടെ പുണ്ടോന ഫിയറ്റ് അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യൂറോപ്യനിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2008 ആ ഒരു സമയത്തൊക്കെയാണ് പുണ്ടോ ഇന്ത്യയിലേക്ക് വരുന്നത്. ആ ഒരു സമയത്തൊക്കെ ആ ഒരു ആ ടൈമിൽ ഭയങ്കര അത്യാവശ്യം എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല യൂറോപ്യൻ കാർ ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവാർഡും കൂടെ കിട്ടിയിട്ടുള്ള ഒരു കാറും കൂടെയാണ് പുണ്ടോ എന്ന് പറയുന്നത്. ഇപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും 2010 മോഡൽ വണ്ടിയാണ് ഇപ്പം നമുക്ക് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. എന്താ പറയണ്ട, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുണ്ടോൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടോപ്പ് സ്പീഡിലൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ആ ഒരു ബോഡി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോഡി സ്റ്റെബിലിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത് പുണ്ടോ എന്ന് പറയുന്നൊരു വണ്ടീനെ അത്യാവശ്യം അറിയാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഈ കാർ എൻത്യൂസിയാസ്റ്റ് ഇല്ലേ, അവർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുണ്ടോൻ്റെ ആ ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതുമാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇറങ്ങിയ സമയത്ത് ആ ഒരു 2008-9 ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് CD പ്ലെയറൊക്കെയാണ് ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക്കലായിട്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. മേ ബി ചിലത് തെറ്റുണ്ടായിരിക്കും, ചിലത് തെറ്റില്ലായിരിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിച്ചത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് 1.2 ലിറ്റർ പെട്രോളും അതുപോലെ തന്നെ 1.3 ലിറ്റർ
മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനിലും നമുക്ക് വണ്ടി വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്കൊരു സ്റ്റേജ് 1 നമുക്ക് റീമാപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 75 HP നിന്ന് നമുക്കൊരു 95 HP നമുക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് റീമാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക റീമാപ്പ് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അത് അറിയാൻ പറ്റുമായിരിക്കും. എൻ്റെ ഒരു കേട്ടറിവാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. കാരണം ഞാൻ പുണ്ടോ അങ്ങനെ അത്ര എന്താ പറയാ ആധികാരികമായിട്ടൊന്നും ഞാൻ അങ്ങനെ അതിനെ പറ്റിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ റീമാപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് സെയിൽ ചെയ്യാനായിട്ട് എനിക്ക് പുണ്ടോ എനിക്ക് കുറേ വന്നിട്ടുണ്ട്. ഞാൻ കച്ചവടം എടുത്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് കുറേ പുണ്ടോ എനിക്ക് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ കുറേ കൊണ്ടു നടന്ന ഒരു വണ്ടിയാണ്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക പെർഫോമൻസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഒരു 2018 ആയപ്പോഴത്തേക്കും പുണ്ടോ നമ്മളുടെ ഫിയറ്റ് പുണ്ടോനെ ഇന്ത്യയിൽ നിർത്തലാക്കി. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിങ്, പിന്നെ അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്സിൻ്റെ അവൈലബിലിറ്റി, സർവീസ് സെൻ്ററൊക്കെ വളരെ കുറവായിരുന്നു ഫിയറ്റിൻ്റെ. അതൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ പുണ്ടോ അത്ര സക്സസ് ആകാതിരുന്നത് ഇവിടെ. പക്ഷേ സക്സസ് ആയില്ല എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഈ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസ് അറിയാവുന്നവർക്ക് അത് എപ്പോഴും ഒരു സക്സസ് തന്നെയാണെന്നേ എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 2008 ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പുണ്ടോ വേറെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ഒക്കെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അബാത്ത് പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിവിടെ പൊളിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്താണ് മൾട്ടിജെറ്റ് ആണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ പിന്നെ നമുക്ക് പുണ്ടോൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചത്. എന്തായാലും പുണ്ടോ നിർത്തലാക്കിയതിൽ നമുക്ക് സങ്കടം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞു വരാനായിട്ട് കുറച്ച് ടൈം പിടിച്ചായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും ഫിയറ്റ് തന്നെ ഇവിടെ നിന്ന് പോയി, അത് വേറെ കാര്യം. അപ്പം ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിയറ്റ് ഇനിയിപ്പോൾ തിരിച്ച് വരുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവർ ടാറ്റയായിട്ട് ഒരു എന്താ പറയുക ടാറ്റയായിട്ട് ഒരുമിച്ച് ചെയ്യാനായിട്ട് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഫിയറ്റിന്. പക്ഷെ അതൊന്നും നടന്നില്ല. അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പുണ്ടോൻ്റെ ഈ എൻജിനൊക്കെ നമ്മൾക്ക് ഫിയറ്റ് നമ്മളുടെ സ്വിഫ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അറിയണമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അധികമൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കുറച്ച് ലെങ്തായി പോകും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിപ്പോൾ ഇതിപ്പോൾ മൾട്ടിജെറ്റാണ് കേട്ടോ. ഇത് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് പൊളിക്കാനായിട്ട് വന്നതാണ്. ഇതിൻ്റെ സീറ്റൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഇതിൻ്റെ കളർ നോക്കിക്കാൻ നിങ്ങൾ ഇത് കണ്ടില്ലേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം വേറൊന്നുമല്ല. നമുക്കിവിടെ പൊളിക്കാനായിട്ട് വരുന്ന വണ്ടികളുടെയൊക്കെ സീറ്റൊക്കെ ചിലത് മാത്രമേ നല്ലതായിട്ടുണ്ടാവുള്ളൂ, ചിലതൊക്കെ ഭയങ്കര മോശമായിരിക്കും. കാരണം കുറേ നാൾ വണ്ടി കിടന്നിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടിയുടെയൊക്കെ സീറ്റൊക്കെ ഭയങ്കര ബോറായിരിക്കും. പക്ഷേ ഈ വണ്ടിയുടെ സീറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോളാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ മാത്രം ഒന്ന് കീറിയിരിക്കണത് മാത്രമേ ഉള്ളൂ. അതൊന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ് ഗൈസ്. എന്താണ് പൊള്ളേ. പിന്നെ ഇതിന് നമുക്ക് 15 ഇഞ്ചസിൻ്റെ അലോയ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അലോയ്സ്. നമുക്ക് 4 നമുക്ക് അവൈലബിൾ ആണ്. സീറ്റ് ഫ്രണ്ടും ബാക്കും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ AC വെൻസ്, ഡോർ പാഡ്, പിന്നെ ഫ്രണ്ടിലത്തെ ബമ്പർ, ഗ്രില്ല്, പിന്നെ എന്തൊട്ടായിരുന്നു ഫോഗ് ലാമ്പ്. അതൊക്കെ ഇന്ന് കസ്റ്റമർ വന്ന് ചോദിച്ചിട്ട് പോയിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അതാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ സൈഡിലെ ഫെൻഡർ, ഈ പില്ലർ, ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും, ചോദിച്ചാൽ മതി. എന്താണ് ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് പാർട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പുണ്ടോൻ്റെ പാർട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം പുല്ലേപ്പടിയിലായിട്ടാണ്. പുല്ലേപ്പടി പാലം കയറണം കേട്ടോ. കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ ഈ ഒരു യാർഡ് വരുന്നത്. നമുക്കിവിടെ പുണ്ടോ മാത്രമല്ല വേറെ ഒരുപാട് വണ്ടികൾ നമുക്ക് പൊളിക്കാനായിട്ട് വരാറുണ്ട്. സോ എന്തായാലും ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുണ്ടോനെ പറ്റിയിട്ട് വളരെ ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും സീക്രട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഞാനൊരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എന്തായാലും കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഹലോ ഗൈസ്.